topic, non-stoichiometric defects. In class, we have studied about point defects. Classification of point defects. Point defects divided into three types: stoichiometric, non-stoichiometric, and imperative defects. Stoichiometric defect means do not disturb the stoichiometry of a crystal. That means number of cations and anions are equal. But in non-stoichiometric defects, which disturb the stoichiometry of a crystal, stoichiometry ഇല്ലാതാകാന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ എത്ര കാറ്റയോൺ ഉണ്ടോ അത്രയും തന്നെ ആനിയോണും കാണും. അതാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും റേഷ്യോയിൽ ചേഞ്ച് വരിക. ഒന്ന് കാറ്റയോണിന്റെ എണ്ണം കൂടും, അല്ലെങ്കിൽ ആനിയോണിന്റെ എണ്ണം കൂടും. അപ്പൊ അവിടുത്തെ ആ ഒരു ബാലൻസ്, കാറ്റയോണും ആനിയോൺസും തമ്മിലുള്ള ബാലൻസ് ഇല്ലാതായിട്ട് മാറും. ഇങ്ങനെയുള്ള ഡിഫക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ cation to anion is different from that indicated by the chemical formula. ഇപ്പൊ നമുക്കറിയാം NaCl എടുത്തു കഴിഞ്ഞാൽ എത്ര Na+ ഉണ്ടോ അത്രയും തന്നെ Cl- ഉണ്ടായിരിക്കും. ആ ഒരു റേഷ്യോയ്ക്ക് ചേഞ്ച് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും? ദ റേഷ്യോ ഓഫ് cation to anion is different from that indicated by chemical formula. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഇതിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് mainly divided into two types: metal excess defect and metal deficiency defect. അപ്പൊ നോൺ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നി കാറ്റയോണിന്റെ അളവ് കൂടി വരിക, അല്ലെങ്കിൽ ആനിയോണിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. നമ്മൾ എടുക്കുന്നതിനകത്ത് പോസിറ്റീവ് അയോണും ഉണ്ട്, നെഗറ്റീവ് അയോണും ഉണ്ട്. മെറ്റൽ എപ്പോഴും നമുക്കറിയാം ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? മെറ്റൽസ്. അപ്പൊ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കാറ്റയോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കുമല്ലോ. മെറ്റൽ എക്സസ് എന്ന് പറയുമ്പം ഏതിന്റെ അളവായിരിക്കും അപ്പം കൂടുതലായിട്ട് നിൽക്കേണ്ടത്? കാറ്റയോണിന്റെ അളവ് കൂടുതലായിട്ട് നിൽക്കണം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റലായിട്ട് പോകുന്നത് കാറ്റയോൺ ആണ്. അപ്പം കാറ്റയോൺ അവിടെ എന്തായിട്ട് വരണം? കൂടുതലായിട്ട് വരണം. ഈ കാറ്റയോൺ കൂടുതലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ആനിയോണിന്റെ അളവ് കുറയണം. അതാണ് ആനിയോണിക് വേക്കൻസീസ്. ആനിയോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കാറ്റയോൺ അവിടെ എന്ത് ചെയ്യും? കൂടും. രണ്ടാമത്തെയാണ് പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. എത്ര പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് നിൽക്കുവാണോ അതിനെക്കാട്ടിൽ കാറ്റയോണിന്റെ അളവ് കൂടുതലായിട്ട് വരിക. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് കാരണം രണ്ട് രീതിയിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരാം. ഒന്ന്, ആനിയോണിന്റെ അളവ് കുറയുക, ദാറ്റ് ഈസ് ആനിയോണിക് വേക്കൻസി. പിന്നെ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. നെക്സ്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പം മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാറ്റയോൺ അവിടെ എന്ത് ചെയ്യണം? കുറയണം. കാറ്റയോൺ കുറയണമെങ്കിൽ ഒന്നീ കാറ്റയോൺ എന്ത് ചെയ്യണം? മിസ്സാകണം. ആ അറേഞ്ച് ചെയ്തിട്ടുള്ള എത്ര കാറ്റയോണും ആനിയോണും ഉണ്ടോ അതിനെക്കാട്ടിൽ കാറ്റയോണിന്റെ അളവ് അവിടെ എന്ത് ചെയ്യണം? കുറയണം. അല്ലെങ്കിൽ ആനിയോൺ എന്ത് ചെയ്യണം? എക്സ്ട്രാ വരണം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് രണ്ട് രീതിയിലുണ്ടാകാം. ഒന്നി കാറ്റയോൺ മിസ്സാകുക, അല്ലെങ്കിൽ ആനിയോൺ എക്സസ് ആയിട്ട് വരിക. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഫസ്റ്റ് വൺ, ആനിയോണിക് വേക്കൻസി. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് കാരണം ആനിയോണിക് വേക്കൻസി ആകാമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റൽസിനകത്ത് എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ 10 പോസിറ്റീവ് ഉണ്ട് എങ്കിൽ അവിടെ എത്ര നെഗറ്റീവ് ഉണ്ടായിരിക്കും? 10 നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുക നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ആനിയോണിന്റെ പ്ലേസ് പോസിറ്റീവ് കഴിഞ്ഞ് അടുത്തത് നെഗറ്റീവ് ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഈ പ്ലേസ് വേക്കന്റ് ആയിട്ട് വരിക, അവിടെ ആനിയോൺ ഇല്ല.
ഇതിനെയാണ് ആനയോണിക് വേക്കൻസി എന്ന് പറയേണ്ടത്. എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് വേണം. പക്ഷെ അവിടെ ആനയോണിന്റെ പൊസിഷൻ എന്തായിട്ട് വന്നു? വേക്കന്റ് ആയിട്ട് വന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പോസിറ്റീവ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 പോസിറ്റീവ് ഉണ്ടല്ലോ. 10 നെഗറ്റീവും വരണം. 1 2 3 ഇവിടെ വരേണ്ടതായിരുന്നു 4 5 6 7 8 9 10. അപ്പം 10 പോസിറ്റീവും 10 നെഗറ്റീവും ആയിരുന്നു ഇവിടെ വരേണ്ടത്. പക്ഷെ ഇപ്പം ആനയോണിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് കിടക്കുക? വേക്കന്റ് ആയിട്ട് കിടക്കുക. വേക്കന്റ് ആയിട്ട് വന്നത് കൊണ്ട് ഒരു ആനയോണിന്റെ എണ്ണം കുറഞ്ഞല്ലോ. കാറ്റയോൺ 10 പോസിറ്റീവ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ആനയോൺ ഒന്ന് കുറഞ്ഞു. ഇപ്പൊ എന്തായിട്ട് മാറി? 9 പോസിറ്റീവ് ആയിട്ട് മാറി. ഇവിടെ എന്തിന്റെ അളവാ കൂടി നിൽക്കുന്നത്? കാറ്റയോണിന്റെ അളവ് കൂടി നിൽക്കുവാണല്ലോ. ഇങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആനയോണിക് വേക്കൻസി. ആനയോണിക് വേക്കൻസി വന്നത് മൂലം മെറ്റൽ, അതായത് കാറ്റയോൺ ഇവിടെ എന്ത് വന്നു? എക്സ്ട്രാ ആയിട്ട് വന്നു. അപ്പൊ ഇവിടുത്തെ സ്റ്റോഷിയോമെട്രി ഇല്ലാതായിട്ട് മാറി. 10 പോസിറ്റീവിന് 10 നെഗറ്റീവ് ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇപ്പൊ ഇവിടെ 10 പോസിറ്റീവും 9 നെഗറ്റീവേ ഉള്ളൂ. അപ്പൊ ആനയോണിന് ഇവിടെ എന്ത് വന്നു? കുറവ് വന്നു. ആനയോണിന് കുറവ് വന്നത് മൂലം ആ ക്രിസ്റ്റൽസിന്റെ സ്റ്റോഷിയോമെട്രി ഇല്ലാതായിട്ട് മാറി. ഇങ്ങനെയുള്ള ഡിഫക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയുന്നത് ഡിഫക്ട്സ്. അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസിന്റെ ഫസ്റ്റ് വണ്ണായിരുന്നു ആനയോണിക് വേക്കൻസി. ആനയോണിക് വേക്കൻസി എന്ന് പറയുമ്പം അറേഞ്ച് ചെയ്തിട്ടുള്ളതിൽ ആനയോണിന്റെ പൊസിഷൻ വേക്കന്റ് ആയിട്ട് വരിക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആനയോണിക് വേക്കൻസി എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ ചാർജ് ന്യൂട്രൽ ആയി പോകും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽസിന്റെ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോൺസ് ഇവിടോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ഈ ആനയോണിന്റെ പൊസിഷനിലോട്ട്, ഈ വേക്കന്റ് ആയിട്ടിരിക്കുന്ന പൊസിഷനിലോട്ട് ഇത് ട്രാപ്പ് ചെയ്യും. ഇതിനെയാണ് എഫ് സെന്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എഫ് സെന്റർ എന്ന് പറഞ്ഞാല് ഈ ആനയോണിന്റെ വേക്കൻസിയിൽ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആനയോണിക് വേക്കൻസി വരും. ആനയോണിക് വേക്കൻസി വന്ന് കഴിയുമ്പോൾ നെഗറ്റീവ് ചാർജിന്റെ അവിടെ കുറയും. ആ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസിൽ നിന്നും ഇലക്ട്രോണ് ഈ ക്രിസ്റ്റൽസിനകത്തോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ഈ ആനയോണിന്റെ പൊസിഷനിൽ എന്ത് വന്നിരിക്കും? ഇലക്ട്രോൺ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് സെന്റർ എന്ന് പറയുന്നത്. F represents fat. It is a German word which means color. നമ്മൾ ഒരു ക്രിസ്റ്റൽ എടുത്ത് കഴിയുന്നുണ്ടെന്നെ അതിന് കളർ കാണത്തില്ല. പക്ഷെ അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം എഫ് സെന്റർ ഫോം ചെയ്യും. എഫ് സെന്റർ ഫോം ചെയ്ത് കഴിയുമ്പോൾ അത് കളേർഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ എഫ് സെന്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എഫ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇത് ആനയോണിക് സൈറ്റ് is occupied by an odd electron is known as F center. ആനയോണിക് വേക്കൻസി നടക്കുമ്പം ആ പൊസിഷനിലോട്ട് ഒരു ഓഡ് ഇലക്ട്രോൺ വരും. ആ ആനയോണിക് വേക്കൻസിയുടെ സൈറ്റിൽ ഒരു ഇലക്ട്രോൺ വന്നിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് സെന്റർ. അപ്പൊ വാട്ട് ഈസ് എഫ് സെന്റർ എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എഫ് സെന്റർ ഡിഫൈൻ ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് എഫ് സെന്റർ? ഇത് ആനയോണിക് സൈറ്റ്സ് occupied by unpaired electron or odd electron is known as F center. Example, sodium chloride crystal. ഇത് നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസിന്റെ ഒരു അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുള്ളത്. ഈക്വൽ നമ്പർ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുക. ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനകത്തോട്ട് നമ്മൾ കുറച്ച് സോഡിയം വേപ്പർ വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പൊ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ എന്ത് വെച്ചാ ഹീറ്റ് ചെയ്യുന്നത്? സോഡിയം വേപ്പർ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോഡിയം ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് Na+ ആയിട്ട് മാറും. ഒരു ഇലക്ട്രോൺ ഇതിൽ നിന്നങ്ങ് മാറി. അപ്പം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പർ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുക. ഈ സോഡിയം വേപ്പറിനകത്തുള്ള സോഡിയം ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറി.
1 ഇലക്ട്രോൺ ഇതിൽ നിന്ന് മാറിയില്ല. ഇനി ഈ ക്രിസ്റ്റൽസിനകത്തുള്ള Cl മൈനസ് അയോണ് സർഫസിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ ക്രിസ്റ്റൽസിന്റെ പൊസിഷനിൽ നിന്ന് അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് Cl മൈനസ് സർഫസിലോട്ട് മൂവ് ചെയ്തു. എന്നിട്ട് സർഫസിൽ ഇപ്പോൾ Na+ ഉണ്ടല്ലോ, ഈ Na+ഉം ഇവിടെ നിന്ന് വരുന്ന Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്യും. എന്നിട്ട് NaCl ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഒരു ആനയോണിക് വേക്കൻസി വന്നല്ലോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഡിയം വേപ്പർ ഇലക്ട്രോണെ നഷ്ടപ്പെട്ട Na+ ആയിട്ട് മാറുന്നത്. ഈ ഇലക്ട്രോണ് ഈ ആനയോണിക് വേക്കൻസിയിലോട്ട് വരും. എന്നിട്ട് ആ സൈറ്റിൽ ആര് വന്ന് ഓക്യുപ്പൈ ചെയ്യും? ഈ ഇലക്ട്രോൺ വന്ന് ഇരിക്കും. ഈ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് സെന്റർ എന്ന് പറയുന്നത്. ഈ എഫ് സെന്റർ ഫോം ചെയ്യുന്നത് കാരണം സോഡിയം ക്ലോറൈഡിന്റെ കളറ് യെല്ലോ കളറായിട്ട് മാറും. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ കേസ് നമുക്കറിയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലെ ക്രിസ്റ്റലാണ്. ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മള് സോഡിയം വേപ്പർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡിന്റെ കളർ യെല്ലോ ആയിട്ട് മാറും. എന്തുകൊണ്ടായിരുന്നു യെല്ലോ കളറായിട്ട് മാറുന്നത്? സോഡിയം വേപ്പറിലുള്ള സോഡിയം ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് Na+ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും Cl മൈനസ് അയോണ് സർഫസിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് Na+ഉം Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് NaCl ആയിട്ട് മാറി. ആനിയോണിക് വേക്കൻസി എവിടെ വന്നു? ആ ആനിയോണിക് വേക്കൻസിയിൽ ഈ ഇലക്ട്രോൺ വന്ന് ഓക്യുപ്പൈ ചെയ്യും. ഈ സെന്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് സെന്റർ. എഫ് സെന്റർ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ കളേർഡായിട്ട് മാറും. അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡിന്റെ കളർ എന്തായിട്ട് മാറുന്നത്? യെല്ലോ കളറായിട്ട് മാറുന്നത്. ഇതേപോലെ തന്നെ ലിഥിയം ക്ലോറൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ പിങ്ക് കളറായിട്ട് മാറും. പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റ് കളർ. ക്വസ്റ്റ്യൻ ചോദിക്കുക, ലിഥിയം ക്ലോറൈഡ് ഇമ്പാർട്ട് പിങ്ക് കളർ ഓർ പൊട്ടാസ്യം ക്ലോറൈഡ് ഇമ്പാർട്ട് വയലറ്റ് കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ എന്തായിരിക്കും? ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എഫ് സെന്റർ. എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോണിന്റെ അളവ് കൂടി നിൽക്കണമെങ്കിൽ അടുത്ത പോസിബിലിറ്റി ആണ് എക്സ്ട്രാ കാറ്റയോൺ. ഒരു ക്രിസ്റ്റൽസിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഡിഫെക്ട്സ് നടക്കുന്നത്. ആ സമയത്ത് ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പോയിന്റിനിടയ്ക്ക് വരുന്ന ഈ സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇതിനിടയ്ക്കായിട്ട് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ എക്സ്ട്രാ കാറ്റയോൺ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റിന്റെ സെക്കൻഡ് ടൈപ്പ് എക്സ്ട്രാ കാറ്റയോൺ. അപ്പൊ ഈ എക്സ്ട്രാ കാറ്റയോൺ വരിക ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇവിടെ നഷ്ടപ്പെടുക. ഇപ്പം 10 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ആയിരുന്നു വേണ്ടുന്നത്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഇപ്പൊ എക്സ്ട്രാ കാറ്റയോൺ വരിക. ഇവിടെ നോക്കുവാണെങ്കിൽ 1 2 3 4 5 6 7 8 8 പോസിറ്റീവ് ചാർജും ഉണ്ട്, 8 നെഗറ്റീവ് ചാർജും ഉണ്ട്. 8 പോസിറ്റീവ് അയോൺ ഉണ്ട്. അതുപോലെ നെഗറ്റീവ് അയോൺ 1 2 3 4 5 6 7 8 8 നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒരു എക്സ്ട്രാ കാറ്റയോൺ വന്നു കഴിഞ്ഞപ്പം പോസിറ്റീവ് എന്തായിട്ട് മാറി? 9 പോസിറ്റീവ് ആയിട്ട് മാറി. പക്ഷെ നെഗറ്റീവ് എത്ര ആയിട്ട് തന്നെ നിൽക്കുക? 8 നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ആ സ്റ്റോഷിയോമെട്രി ഇല്ലാതായല്ലോ. ഈക്വൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് ഇല്ലാതായിട്ട് മാറി. അപ്പൊ ഇതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇനി ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ ക്രിസ്റ്റൽസിനകത്തോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് ഈ പോസിറ്റീവിന് അടുത്തുള്ള ഒരു പൊസിഷനിൽ ഈ ഇലക്ട്രോൺ വന്നിരിക്കും. അപ്പൊ പോസിറ്റീവും ഇലക്ട്രോണിന്റെ നെഗറ്റീവ് തമ്മിൽ എന്തായിട്ട് മാറും? ചാർജ് ക്യാൻസൽ ആയി പോകും. ഇതാണ് എക്സ്ട്രാ കാറ്റയോൺ വരുന്നത്. എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ Zn2+ O2- ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ഓക്സൈഡിലുള്ള സിങ്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Zn2+ 2 ഇലക്ട്രോൺ ആയിട്ടങ്ങ് മാറും. എന്നിട്ട് ഈ Zn2+ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് ട്രാപ്പ് ചെയ്യും. Zn2+ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് ട്രാപ്പ് ചെയ്തു.
ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഇലക്ട്രോൺസ് ഇതിന്റെ തൊട്ടടുത്തുള്ള അഡ്ജസന്റ് പൊസിഷനിലായിട്ട് വന്നിരിക്കും. ഇതാണ് എക്സ്ട്രാ കാറ്റയോണിന് എക്സാമ്പിൾ. സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറുക. Zn2+ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട് ട്രാപ്പ് ചെയ്യും, അഡ്ജസന്റ് പൊസിഷനിലോട്ട് ഈ ഇലക്ട്രോൺസ് ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, പോസിറ്റീവും നെഗറ്റീവും മെയിൻറ്റെയിൻ ചെയ്യും. സിങ്ക് ഓക്സൈഡ് ആക്ച്വലി എന്ന് പറയുന്നത് കളർലെസ്. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലെ ക്രിസ്റ്റലാണ്. പക്ഷെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്ട്രാ കാറ്റയോൺ ഡിഫക്റ്റ് ആയിരിക്കും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. എക്സസ് ഡിഫക്റ്റിലെ തന്നെ എക്സ്ട്രാ കാറ്റയോൺ വരിക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് സിങ്ക് അയോൺ ട്രാപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതേത് എന്തായിട്ട് കാണിക്കുന്നത്? യെല്ലോ കളറായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാറ്റയോണിന്റെ അളവ് കുറയുക. കാറ്റയോണിന്റെ അളവ് കുറയണമെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, ആനയോൺ കൂടുതലായിട്ട് വരിക, എക്സ്ട്രാ ആനയോണും വരിക, അല്ലെങ്കിൽ കാറ്റയോൺ ഡെഫിഷ്യൻസി വരിക. അത് ഫസ്റ്റ് വണ്ണാണ് കാറ്റയോൺ ഡെഫിഷ്യൻസി. ഇത് സാധാരണ ഈ ഡിഫക്റ്റ് കാണിക്കുന്നത് വേരിയബിൾ വാലൻസി ഉള്ള മെറ്റൽസിന്റെ കേസിലാണ്. ഏത് ഡിഫക്റ്റ് കാണിക്കുന്നത്? കാറ്റയോൺ വേക്കൻസി. വേരിയബിൾ വാലൻസി കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ് അയൺ. Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. എക്സാമ്പിൾ ആണ് അയൺ ഓക്സൈഡ്. പോസിറ്റീവ് നെഗറ്റീവായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. ഇതിന്റെ ലാറ്റിസ് പോയിന്റിൽ നിന്നും കാറ്റയോൺ ഡെഫിഷ്യൻസി, അപ്പം കാറ്റയോൺ കുറവ് വരിക. ലാറ്റിസ് പോയിന്റിൽ നിന്നും കാറ്റയോൺ മിസ് ആകുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാറ്റയോൺ ഡെഫിഷ്യൻ. എത്ര Fe2+ ഉണ്ട്? 1 2 3 4 5 6 7. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നുവെങ്കിൽ 8 Fe2+ ആയിരുന്നു നമുക്കിവിടെ വരേണ്ടത്. ഒരു Fe2+ന്റെ ചാർജ്, അതായത് ഒരു അയണിന്റെ ചാർജ് ഇവിടെ +2 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ 8 അയോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്ര വരും? 8 × 2 = 16 പോസിറ്റീവ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഓക്സിജൻ 2- ആണ്. 8 O2- അയോണും ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജ് എന്നും പറയുന്നത് 8 × 2 എത്ര എന്ന് വരണം? 16 നെഗറ്റീവ് ആയിട്ട് വരണം. ഇവിടെ നിന്ന് ഒരു Fe2+ അങ്ങ് മിസ് ചെയ്യുക. അപ്പൊ 16 പോസിറ്റീവിൽ നിന്നും ഒരു 2 പോസിറ്റീവ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇപ്പൊ എത്ര ആയിട്ട് മാറിയത്? 14 പോസിറ്റീവ് ആയിട്ട് മാറി. പക്ഷെ നെഗറ്റീവ് എത്ര ആയിട്ട് നിൽക്കുക? 16 നെഗറ്റീവ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിസ്സായ Feയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും 2 Fe2+ അയോൺസ് ഓരോ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ട് ഇത് എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. ഇപ്പം ഇവിടെ നിന്നാണ് വേക്കൻസി വന്നേക്കുന്നത്. അതായത് കാറ്റയോൺ മിസ്സായിട്ടുള്ള ഈ സൈറ്റ്. ഇതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും Fe2+, ഒന്നി ഇതോ ആകാം, അല്ലെങ്കിൽ ഇത് രണ്ടും ആകാം, അഡ്ജസന്റ് ആയിട്ടുള്ള Fe2+ ഇലക്ട്രോണിനെ നഷ്ടപ്പെടും. Fe2+ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടി ഇതിൽ നിന്ന് പോകുക. അപ്പൊ ചാർജ് ഒന്ന് കൂടുമല്ലോ, Fe3+ ആയിട്ട് മാറും, പ്ലസ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ പോവാണെങ്കിൽ ഈ ചാർജ് എന്തായിട്ട് മാറി? 3+. അതുപോലെ ഇവിടെ നിന്ന് ഒരു Fe2+ ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ ചാർജ് എന്തായിട്ട് മാറും? 3+. അപ്പൊ ഇവിടെ ഒന്ന് കൂടി, ഇവിടെ ഒന്ന് കൂടി, ചാർജ് എന്ത് ചെയ്തു? 14 എന്നുള്ളത് എന്തായിട്ട് മാറി? ഇപ്പം 16 പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറി. ഇനി ഇത് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ മാറുന്ന ഇലക്ട്രോൺ, ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇതിന്റെ അഡ്ജസന്റ് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലോട്ട് വന്ന് ഓക്യുപ്പൈ ചെയ്യും. ഇങ്ങനെയുള്ള ഡിഫക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റയോൺ ഡെഫിഷ്യൻസി. അപ്പൊ കാറ്റയോൺ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് വേരിയബിൾ വാലൻസി ഉള്ള മെറ്റൽസിന്റെ കേസിലാണ് ഇത് വരുന്നത്. കാറ്റയോണിക് വേക്കൻസി വരിക എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പോയിന്റിൽ നിന്നും കാറ്റയോൺ അങ്ങ് മിസ്സാകുക. അപ്പൊ പോസിറ്റീവ് ചാർജ് അവിടെ എന്ത് ചെയ്യും? കുറയും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നഷ്ടപ്പെട്ട പൊസിഷന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ
ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, എന്നിട്ട് അതിന്റെ ചാർജ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള ഡിഫക്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കാറ്റയോൺ വേക്കൻസി. അപ്പൊ ഇവിടെ നിന്ന് Fe2+ അയോൺ പോയി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസന്റ് പൊസിഷനിലുള്ള 2+ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. Fe2+ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, Fe3+ ആയിട്ട് മാറും. അപ്പൊ ചാർജ് ഒന്ന് കൂടുമല്ലോ. 2 പോസിറ്റീവ് ആണ് ഇവിടെ കുറഞ്ഞിട്ടുള്ളത്. ഒരു Fe2+ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്നേ ഇൻക്രീസ് ചെയ്തേയുള്ളൂ. അപ്പൊ അഡ്ജസന്റ് പൊസിഷനിലുള്ള 2 Fe2+ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചാർജ് ഓരോന്നും കൂടൂ. അങ്ങനെ 2+ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ അഡ്ജസന്റ് പൊസിഷനിലുള്ള Fe2+ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ട് Fe3+ ആയിട്ട് മാറും. ഇങ്ങനെ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഇനി വേരിയബിൾ വാലൻസി ഉള്ള കേസിൽ ഇത് നടക്കൂ എന്ന് പറഞ്ഞു. കാരണം വേരിയബിൾ വാലൻസി കാണിക്കുന്നിടത്ത് ഇലക്ട്രോണിനെ വീണ്ടും ലൂസ് ചെയ്ത് അതിന്റെ ചാർജ് എന്ത് ചെയ്യാൻ പറ്റൂ, കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കാറ്റയോണിക് ഡെഫിഷ്യൻസി കാണിക്കുന്നത് എങ്ങനെയുള്ള കേസിലായിരിക്കും, വേരിയബിൾ വാലൻസി ഉള്ള മെറ്റൽസിന്റെ കേസിലായിരിക്കും. ഇനി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ FeOയുടെ ഫോർമുല എടുക്കുവാണെങ്കിൽ എത്ര Fe ഉണ്ടോ അത്രയും തന്നെ ഓക്സിജൻ വേണം. 1:1 റേഷ്യോയിലാണ് ഇതിന്റെ അയണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ. എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിട്ട് എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ആയിട്ട് നിൽക്കുക. പക്ഷെ നമ്മളിപ്പം പറഞ്ഞു ഇത് ഏത് ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, അതിലെ കാറ്റയോൺ ഡെഫിഷ്യൻസി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ഫോർമുല ഒരിക്കലും FeO ആയിട്ടായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഫോർമുല എഴുതുമ്പം Fe 0.95O എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം 1:1 റേഷ്യോയിൽ വരത്തില്ല. കാറ്റയോൺ ഇവിടെ എന്ത് ചെയ്യും, മിസ് ആകുന്നത് കൊണ്ട് റേഷ്യോയ്ക്ക് ചേഞ്ച് വരും. നെക്സ്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന്റെ സെക്കൻഡ് പോസിബിലിറ്റി ആണ് എക്സ്ട്രാ ആനയോൺ. ഇവിടെ ആണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലായിട്ട് എക്സ്ട്രാ ആനയോൺ വരുക. ഈക്വലായിട്ട് നിൽക്കുമായിരുന്നു, പക്ഷെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് എന്ത് വരും, എക്സ്ട്രാ ആനയോൺ വരും. അപ്പൊ കാറ്റയോൺ ആനയോൺ റേഷ്യോ എന്ത് ചെയ്യും, ചേഞ്ച് വരും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ആനയോൺ വരുന്ന ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിന് അടുത്തുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള കാറ്റയോൺസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടിട്ട് ഇതെന്തായിട്ട് മാറും, ഇതിന്റെ ചാർജ് ഒന്ന് കൂടും. പ്ലസ് ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് 2+ ആയിട്ട് മാറും. അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള ഡിഫക്റ്റ് ആണ് ആനയോൺ ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാല് അതിന്റെ ബാലൻസ്, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ബാലൻസ് ഇല്ലാതാകുക. ഇത് 2 തരത്തിലുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റും ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. മെറ്റൽ എക്സസ് എന്ന് പറയുമ്പോൾ കാറ്റയോണിന്റെ അളവ് കൂടി നിൽക്കുക. കാറ്റയോണിന്റെ അളവ് കൂടണമെങ്കിൽ 2 പോസിബിലിറ്റി ആണ്. അപ്പൊ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കാറ്റയോൺ എന്നും പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആനയോൺ കുറവ് വരിക. അപ്പൊ ആനയോണിക് വേക്കൻസിയും പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. നെക്സ്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാറ്റയോൺ കുറഞ്ഞു നിൽക്കുക. കാറ്റയോൺ കുറവ് വരണമെങ്കിൽ ഒന്നി ആനയോണിന്റെ അളവ് കൂടണം, അല്ലെങ്കിൽ കാറ്റയോണിന്റെ അളവ് കുറയണം. അതിനെ 2ആയിട്ടുണ്ട്, കാറ്റയോൺ ഡെഫിഷ്യൻസിയും പ്രസൻസ് ഓഫ് എക്സ്ട്രാ ആനയോണും. ഇത്രയായിരുന്നു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്.